നമസ്കാരം. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ ആണിക്കല്ലിളക്കിക്കൊണ്ട് സ്വന്തം വിശ്വസ്തൻ BJP പാളയത്തിലേക്ക് ഓടിക്കേറിയിരിക്കുകയാണ്. കെ സുധാകരന്റെ വർഷങ്ങളായുള്ള വിശ്വസ്തനും സന്തത സഹചാരിയുമായ VK മനോജ് അങ്ങനെ BJPയിൽ ചേർന്നിരിക്കുകയാണ്. BJP കണ്ണൂർ ജില്ലാ ആസ്ഥാനത്ത് വെച്ച് NDA സ്ഥാനാർത്ഥി C രഘുനാഥനിൽ നിന്നായിരുന്നു VK മനോജ് BJP അംഗത്വം സ്വീകരിച്ചത്. കേട്ടപ്പോൾ സുധാകരൻ പോലും ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. സുധാകരന്റെ BJP രംഗപ്രവേശനത്തിന്റെ കർട്ടൻ റൈസറായിട്ടാണ് ഈ മനോജിന്റെ BJP പ്രവേശനമെന്നും പറയുന്നവരുണ്ട്. പണ്ട് സുധാകരന്റെ വലങ്കൈയായിരുന്ന രഘുനാഥനും ഇങ്ങനെ BJPയിലേക്ക് എത്തിയതാണ്. കോൺഗ്രസ് നേതാവും കണ്ണൂർ DCC സെക്രട്ടറിയുമായിരുന്ന രഘുനാഥ് കഴിഞ്ഞ ഡിസംബറിലാണ് BJPയിൽ ചേർന്നത്. രഘുനാഥ് ഒരു കാലത്ത് കെ സുധാകരന്റെ വലങ്കൈയായിരുന്നു. ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിച്ച രഘുനാഥ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് അവഗണന നേരിടേണ്ടി വന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രഘുനാഥും പാർട്ടി വിട്ടത്. 5 പതിറ്റാണ്ട് KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ അടുത്ത അനുയായിയായിരുന്നു അദ്ദേഹം. നൂറ്റാണ്ടായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന താൻ മനം മടുത്താണ് പാർട്ടി വിടുന്നത്. നേതൃത്വം ഒറ്റപ്പെടുത്തുകയാണ്. ഗതികെട്ടാണ് ധർമ്മടത്ത് സ്ഥാനാർത്ഥിയായത്. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ കെ സുധാകരനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ധർമ്മടത്ത് UDF സംഘടിപ്പിച്ച വിചാരണ സദസ്സിൽ പോലും പങ്കെടുപ്പിച്ചിട്ടില്ലെന്നാണ് പാർട്ടി വിടുമ്പോൾ രഘുനാഥ് പറഞ്ഞത്. അങ്ങനെ അതാ കഴിവില്ലാത്ത MP-യുടെ കഴിവുള്ള PAയും BJPയിലേക്ക് ചാടിയിരിക്കുകയാണ്. കെ സുധാകരൻ തന്നെ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഏത് സമയത്ത് വേണമെങ്കിലും താൻ BJPയിലേക്ക് പോകുമെന്ന്. ശരിക്കും അതിൻ്റെയൊക്കെ ഒരു സൂചനയല്ലേ PA VK മനോജ് BJPയിൽ ചേർന്നത്? കോൺഗ്രസ് അടപടലം മരിക്കാറായി എന്നുള്ളതിൻ്റെ പുതിയൊരു സൂചന കൂടിയാണിത്. ചുരുക്കി പറഞ്ഞാൽ മനോജിന് വിവരം കൂടിയതുകൊണ്ടാകും BJPയിൽ ചേരാനുള്ള കാരണവും. ഇനി എല്ലാ കോൺഗ്രസ്സുകാരും അല്പമൊന്ന് ക്യൂ പാലിക്കുന്നത് നന്നായിരിക്കും. വിശ്വസ്തനായ PA തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, സുധാകരൻ്റെ കൂടെ നിന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന്. കെ സുധാകരന് നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനുള്ള ക്ഷമയും കഴിവുമില്ലെന്നുള്ളതാണ് മനോജ് പറയുന്നത്. എന്തായാലും ഇതിനു പിന്നാലെ സുധാകരനും BJPയിലേക്ക് മറുകണ്ഠം ചാടുമോ എന്നുള്ളത് കണ്ടറിയണം. കോൺഗ്രസ് ഇപ്പോൾ കിച്ചടിയാക്കിയ സഖ്യം പോലെയാണ്. 2 മുൻ മന്ത്രിയുടെ മക്കൾ പോയിട്ട് പോലും കോൺഗ്രസ് മൈൻഡ് ചെയ്തിട്ടില്ല. ഇന്നത്തെ കോൺഗ്രസിന് പ്രത്യയശാസ്ത്രമില്ലെന്നും ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളുടെ ഐഡിയോളജി പങ്കുവച്ചാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെന്നും കോൺഗ്രസ് നേതൃത്വത്തിൽ മുഴുവൻ കുടുംബവാഴ്ചയാണെന്നും VK മനോജ് പറഞ്ഞു. വിവരമുള്ള ഒരാൾ പോലും ഇനി അധികകാലം കോൺഗ്രസിൽ ഉണ്ടാകില്ലെന്നും മനോജ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.